പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കി റിമാൻഡിൽ. തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റി. ആയങ്കി നിരവധി കേസുകളിൽ പ്രതിയാണെന്നും ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഒളിവിലിരുന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനും നേരെ വെല്ലുവിളി തുടർന്ന അർജുൻ ആയങ്കിയെ ഇന്ന് പുലർച്ചെ 2:30 കണ്ണൂരിലെ അഭിഭാഷകയായ ഡെലീറ്റയുടെ ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയേക്കും. 23 കേസുകളാണ് ആയങ്കിക്കെതിരെയുള്ളത്. അർജുനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ജിതിൻ, സുഭാഷ് എന്നിവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ആയങ്കിയുടെ ഇളയ സഹോദരൻ അജയ് ആയങ്കിയും കസ്റ്റഡിയിലാണ്. അർജുൻ ആയങ്കിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ മുതൽ നാടകീയമായ സംഭവമാണ് കണ്ണൂരിൽ അർജുൻ ആയങ്കിയുടെ സംഭവമായി നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 3:45 ഇത്തരത്തിൽ അഭിഭാഷകയുടെ വീട്ടിലേക്ക് അർജുൻ ആയങ്കി എത്തുന്നു. പിന്നീട് പുലർച്ചെ 2:45 പോലീസ് സംഘം ആ അപ്പാർട്ട്മെന്റ് വളയുന്നു. അർജുൻ ആയങ്കിയെ പിടികൂടുന്നു. അങ്ങനെ രാവിലെ ഈ അർജുൻ ആയങ്കിയുടെ വൈദ്യപരിശോധനയ്ക്ക് ആദ്യം തന്നെ പൂർത്തിയാക്കി. പിന്നീട് ഇത്തരത്തിൽ സൈബർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് മണിക്കൂറുകളോളമാണ് ഇയാളെ ചോദ്യം ചെയ്തത്. ഇതിൽ പ്രധാനമായും ആരാണ് ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ചത്, അത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങളും ഇയാളിൽ നിന്നും ചോദിച്ചറിഞ്ഞു. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അർജുൻ ആയങ്കിയെ കൂത്തുപറമ്പിലുള്ള മുൻസിഫ് കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുന്നത്. ഇവിടെ ഹാജരാക്കിയതിനു ശേഷം ജാമ്യാപേക്ഷ ഇവർ നൽകിയിരുന്നില്ല. ആ ജാമ്യാപേക്ഷ നൽകാത്തതിനെ തുടർന്നാണ് ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിൽ അഭിഭാഷകർ പറയുന്നത് മറ്റ് 2 കേസുകൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് ഈ അർജുൻ ആയങ്കിയുടെ അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. അർജുൻ ആയങ്കി ഇന്ന് സൈബർ പോലീസ് കണ്ണൂർ എടുത്ത കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതിനടുത്ത ദിവസങ്ങളിലായിട്ട് ജാമ്യാപേക്ഷ നൽകുന്നതാണ്. കോതമംഗലം പോലീസിന് പ്രൊഡക്ഷൻ വാറണ്ട് വന്നിട്ടാണ് അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ തുടർ നടപടികൾ പോലീസാണ് ചെയ്യുന്നത്. നിലവിൽ 3 കേസുകളിലോളം അദ്ദേഹത്തിന് നോൺ ബെയിൽ ഓഫൻസ് ഉണ്ട്. ഇന്ന് ജാമ്യം ലഭിച്ചാൽ പോലും മറ്റ് 2 കേസുകൾ പോലും പോലീസ് എന്ത് ചെയ്യും, അറസ്റ്റ് രേഖപ്പെടുത്തും. സ്വാഭാവികമായിട്ട് എല്ലാ കേസിനകത്തും ജാമ്യം എടുക്കുക എന്നുള്ളതാണ്, റിമാൻഡിൽ കടന്ന് ജാമ്യത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. എന്നാലും ഇനി കോതമംഗലം കേസിൽ ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. അതോടൊപ്പം അർജുൻ ആയങ്കിയെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്താനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും 23 കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. അതിൽ കൊലപാതകമുണ്ട്, അത്തരം സ്വർണം തട്ടിക്കലുമായ ബന്ധപ്പെട്ട കേസുകൾ, അങ്ങനെ 23 കേസുകൾ, 12 കേസുകൾ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രമുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇയാളുടെ സുഹൃത്ത്, ഇയാളെ ഒളിവിൽ കഴിയാൻ ഒപ്പം ഉൾപ്പെടെ സഹായിച്ച 8 പേരെ വളപട്ടണം പോലീസ് കരുതൽ തടങ്കലിലെടുത്തിരുന്നു. ഇതിൽ 2 പേർ ഈ കേസിൽ ഒളിവിൽ പോകാൻ സഹായിച്ചവരാണെന്ന് കണ്ടെത്തി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അവരെ കൈമാറിയിട്ടുണ്ട്. ഇനി കൂടുതൽ പേരുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അതിലും അപ്പുറം ഈ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിച്ച, പോലീസിനെ വെല്ലുവിളിച്ച, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ ഒരു പ്രതി, ഈ പ്രതി 4 ദിവസമാണ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പോലീസിന്റെ കൺമുന്നിൽ തന്നെ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും. ആരൊക്കെയാണ് ഇയാളെ സഹായിച്ചത് ഉൾപ്പെടെയുള്ള, ഇതൊരു ഓട്ടോ ഡ്രൈവർ ഇത്തരത്തിലൊരു വിവരം നൽകിയത് കൊണ്ട് മാത്രമാണ് അർജുൻ ആയങ്കിയെ വളരെ പെട്ടെന്ന് ഇപ്പോൾ പിടികൂടാൻ സാധിച്ചത്. പക്ഷേ ഇയാൾ ഈ ഒരു അഭിഭാഷകരുടെ എത്തി നിയമോപദേശം തേടി ഒരുപക്ഷെ കർണാടകത്തിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും കീഴടങ്ങാൻ എത്തിയായിരുന്നു എന്നാണ് ഈ അഭിഭാഷകർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നതെങ്കിലും അത്ര പെട്ടെന്ന് കീഴടങ്ങുന്ന ഒരാളല്ല. ഇയാളുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. വലിയ വെല്ലുവിളിയാണ് ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇയാൾ തളിപ്പറമ്പിലെ ഒരു ലോഡ്ജിലായിരുന്നു താമസമുണ്ടായിരുന്നത്. അവിടെ നിന്നും ഒരു ഓട്ടോയിൽ പയ്യന്നൂരിലെ ഒരു സുഹൃത്തിന്റെ അടുത്തേക്ക് പോകുന്നതിനിടെ ഓട്ടോ ഡ്രൈവറുടെ മൊബൈൽ ഫോൺ വാങ്ങി അതിൽ നിന്നും ഒരു കോൾ വിളിച്ചതും ആ ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നി. പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളെ പോലീസ് സംഘം പിടികൂടുന്നത്. ഇയാൾ സഞ്ചരിച്ച ആ വാഹനത്തിൽ, പയ്യന്നൂരിലെ സുഹൃത്തിന്റെ വാഹനത്തിൽ സഞ്ചരിച്ച വഴികളിലൂടെ എല്ലാം പ്രത്യേക അന്വേഷണ സംഘം പോയി അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറകൾ നിരീക്ഷിച്ചു. അങ്ങനെ ഒടുവിലാണ് കണ്ണൂരിൽ തന്നെ കമ്മീഷണർ ഓഫീസിന്റെ മൂക്കിന് താഴെ തന്നെ ഇയാൾ 9 മണിക്കൂറുകളോളം ചെലവഴിച്ചത്. അവിടെ പോലീസ് വളഞ്ഞു പിടിക്കുകയായിരുന്നു. ഏതായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം ന്യൂസ് 18 ലഭിച്ചിരുന്നു. അത് ന്യൂസ് 18 തന്നെയാണ് പുറത്തുവിട്ടത്. കൃത്യമായി 3:45 ഈ അഭിഭാഷകയുടെ വീട്ടിലെത്തുന്നു. അതിനുശേഷം 2:45 പോലീസ് അവിടെ എത്തുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇതെല്ലാം ഈ കേസിൽ നിർണായകമാണ്. ഇനി വരും ദിവസം ഇയാളുടെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അതോടൊപ്പം ട്രാൻസിസ്റ്റ് വാറന്റ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച് ഇയാളെ കോതമംഗലത്തേക്ക് കൊണ്ടുപോകും. കോതമംഗലം SHO ഉൾപ്പെടെ ഇന്ന് ഇവിടെ എത്തിയിരുന്നു. ഏതായാലും ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഇപ്പോൾ തലശ്ശേരി സബ് ജയിലിലേക്ക് അർജുൻ ആയങ്കിയെ മാറ്റിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും സുമേഷ് പൊറാഴയ്ക്കൊപ്പം KB ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.